അങ്ങനെ പ്ലാൻ ചെയ്ത് 4 പേരും ദേ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ അടിമാലിയിലോട്ടാണ് പോണേ. അവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. നമ്മളൊരു റിസോർട്ടൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ദേ ബ്രിഡ്ജൊക്കെ കയറി ഒരു സൺഫ്ലവറിൻ്റെ ഒരു തോട്ടം കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ പനങ്കറിക്ക് എവിടെ കണ്ടാലും എനിക്കത് കഴിക്കണം. അതിന് പ്രത്യേകിച്ച് ഫ്ലേവറും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെയായിട്ടും ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടേ ഇല്ല. ഭയങ്കര എരിവാണെന്ന് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളത് ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയേ. നമ്മൾ അവിടുന്ന് മീൻകറി, പിന്നെ പോർക്ക്, ബീഫ് എല്ലാം ട്രൈ ചെയ്തു. ആ ഒരു പോർക്കിൻ്റെ പീസ് ആ ഒരു ചൂട് ചോറിൽ വെച്ച് കഴിക്കാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ റിസോർട്ട് സ്റ്റേ ചെയ്യുന്നത് ഒരു റോക്കിൻ്റെ മേളിലാണ്. നമ്മൾ വരുമ്പോൾ തന്നെ പിന്നെ ബാൽക്കണിയിലെ വ്യൂ ഒക്കെ എങ്ങനെ ഇടുന്ന് നോക്കണമല്ലോ. ചെന്ന സമയത്ത് അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരമൊക്കെയാണ് നമ്മൾ അവിടെ എത്തിയത്. പക്ഷേ അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഈ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേക്കൊന്നും ലീവ് കിട്ടാനേ പോണില്ല. ഒരു ലോങ് ലീവൊക്കെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് പപ്പേൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി ആ ഒരു ടൈമിൽ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഞാനും ഇവനും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു റിസോർട്ട് എടുത്തത്. ഇന്ന് നമ്മൾ ഈ പൂളിലൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അത് മാത്രമല്ല പപ്പയ്ക്കും മമ്മിക്കും നമ്മൾ കുറച്ച് സർപ്രൈസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ catch you next time for more videos. Thank you for watching.